ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഒരു കറി ആയിട്ടാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഈ കറി ഉണ്ടാക്കി വരുമ്പോൾ കുറുമയുടെ അതേയൊക്കെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് കടല എടുത്തിട്ടുള്ളൂ. ഒരു കൈപ്പിടിക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറച്ച് കറിയേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. കടലയെല്ലാം നന്നായി കുതിർന്നതിന് ശേഷം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ പട്ടാണിക്കടലയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ എല്ലാം നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള കുറച്ചൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളിയും സവാളയും എല്ലാം നന്നായി വഴന്ന് കിട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയും 5 പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളകെല്ലാം എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ. കുരുമുളകെല്ലാം ചേർക്കുന്നത് കൊണ്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നാൽ ഈ തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഗ്രീൻ പീസിൽ ഞാൻ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഇതിൽ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി ഈ തക്കാളി ഉള്ളിയെല്ലാം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ കുരുമുളക്, 1 ഏലക്ക, 1/4 ടീസ്പൂൺ വലിയ ജീരകം, ജാതിക്കയുടെ ചെറിയൊരു കഷ്ണം എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടത്. ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലോ തേങ്ങ അരച്ചതോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ ഒരു മുറിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വേണ്ടി. ഇനി തേങ്ങയെല്ലാം നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തപ്പോഴേക്കും കറിക്ക് നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.